റിച്ച് പേഴ്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് റെഡി ടു വെയർ കുർത്തീസ് കാണാം. സ്പെഷ്യലി ഫോർ ക്രിസ്മസ് അല്ലെങ്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കുർത്തീസ് ആണ് കേട്ടോ. ഈ ഒരു ഫസ്റ്റ് വൺ വരുന്നത് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ത്രൂ ഔട്ട് എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത്. ഇങ്ങനെ ഈ ഒരു സെന്റർ പോർഷനിൽ വുഡൻ ബട്ടൺ വെച്ച് സ്റ്റൈൽ ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. എയർലൈൻ ആണ് കട്ട് വരുന്നത്. ലോവർ എൻഡിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത് കേട്ടോ. ഇതിൽ നമുക്ക് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു XXL ആണ്. പ്രൈസ് വരുന്നത് 1050 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നമ്മളിപ്പോ കണ്ടതിന്റെ കളർ ചേഞ്ച് ആണ്. റെഡ് ആണ് ബേസ് വരുന്നത്. ഇതുപോലെ തന്നെ എ ലൈൻ കട്ടാണ്. സെന്റർ പോർഷനിൽ വുഡൻ ബട്ടൺ വെച്ച് സ്റ്റൈൽ ചെയ്തിട്ടുള്ള നല്ലൊരു കുർത്തിയാണ് കേട്ടോ. ലോവർ എൻഡിലേക്കാണ് എംബ്രോയിഡറി വർക്ക് അപ്പർ പോർഷനിൽ നിന്ന് സ്പ്രെഡ് ചെയ്ത് ദാമൻ ഏരിയയിൽ വരുമ്പോൾ കുറച്ചുകൂടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ആണ്. സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കേട്ടോ. പക്ഷെ എന്നാലും നിഴലടി ഒന്നുമില്ല. നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ്. നമുക്ക് നല്ലൊരു കാഷ്വലി വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. പ്രൈസും നല്ലൊരു അഫോർഡബിൾ റേഞ്ചിൽ തന്നെയാണ് വരുന്നത്. 1050 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ നമുക്ക് സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാവുന്ന ഒരു കുർത്തിയാണ്. ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഫുൾ കാരി ഫാബ്രിക് ആണ് കേട്ടോ. അതായത് ത്രൂ ഔട്ട് ഈ വീവിങ് വരുന്ന ഫാബ്രിക് ആണ്. സ്ലീവിൽ മാത്രം ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. ഈ ഒരു പോർഷനിൽ നല്ലൊരു നീറ്റ് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുള്ള നല്ലൊരു കുർത്തിയാണ്. എയർലൈൻ ആണ് കട്ട് വരുന്നത്. പ്രൈസ് ചെയ്യുന്നത് 950 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ വരുന്നത് നമുക്ക് ഈ ഫുൾ കാരി ഫാബ്രിക്കിൽ തന്നെ തൊട്ട് മുന്നേ കണ്ടത് എയർലൈൻ ആയിരുന്നു കുർത്തി. ഇത് നമുക്ക് ഈ ഒരു പോർഷനിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. സ്ലിറ്റഡ് കുർത്തിയാണ്. ഇങ്ങനെയാണ് വ്യൂ വരുന്നത്. പ്രൈസ് സെയിം തന്നെ 950 റുപ്പീസ്. നെക്സ്റ്റ് കുർത്തി വരുന്നത് നമുക്ക് റെഡിൽ ഒരു സെമി സിൽക്കിൽ നല്ല നീറ്റ് ആയിട്ടുള്ളൊരു കട്ട് ബീഡ്സിന്റെ വർക്ക്, ഹാൻഡ് വർക്ക് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ഈ ഒരു പോർഷനിലെല്ലാം ഗാദറിംഗ് പ്ലീറ്റ്സ് ആണ്. എയർലൈൻ ടൈപ്പ് കുർത്തിയാണ്. സ്ലീവ് ഇതുപോലെ ലെങ്ത് ഉള്ള സ്ലീവ് തന്നെയാണ്. സ്ലീവിൽ മാത്രം ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. ഇങ്ങനെയാണ് വ്യൂ വരുന്നത്. പ്രൈസ് ചെയ്യുന്നത് 950 റുപ്പീസ് വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് കുർത്തി വരുന്നത് നമുക്ക് ഒരു സിന്തറ്റിക് കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ളൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ്. ഈ ഒരു പോർഷനിൽ നീറ്റ് ആയിട്ടുള്ളൊരു ഹാൻഡ് വർക്കും അതുപോലെ തന്നെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്കും ആണ് ഇതിൽ വരുന്നത് കേട്ടോ. സ്ലിറ്റഡ് ആണ് കുർത്തി വരുന്നത്. ഇങ്ങനെയാണ് വ്യൂ. പ്രൈസ് വരുന്നത് 950 റുപ്പീസ് വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ നമുക്ക് ഈ ഒരു റെഡ് ഷെയ്ഡിൽ വരുന്ന കുർത്തിയാണ്. ലേസ് വെച്ച് സ്റ്റൈൽ ചെയ്തിട്ടുള്ള നല്ലൊരു ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള കുർത്തി. ചെറിയൊരു ഗാദറിങ്സ് വരുന്നുണ്ട്. സ്ലീവിന്റെ എൻഡിലും നമുക്ക് ഈ ഒരു ലേസ് വെച്ച് അറ്റാച്ച് ചെയ്തിട്ടുള്ള കുർത്തിയാണ്. പ്രൈസ് വരുന്നത് 950 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് കുർത്തി നമുക്ക് നോർമൽ സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ കുർത്തിയാണ്. ഹക്കോബയാണ് കേട്ടോ ഫാബ്രിക്. കോട്ടൺ ഫാബ്രിക്കിൽ ഹക്കോബ കട്ട് വർക്കോട് കൂടിയിട്ടുള്ള കുർത്തിയാണ്. സ്ലിറ്റഡ് കുർത്തിയാണ്. ഈ ഒരു പോർഷനിൽ വുഡൻ ബട്ടൺ വെച്ച് സ്റ്റൈൽ ചെയ്തിട്ടുള്ള നല്ലൊരു കുർത്തി. ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. പ്രൈസ് വരുന്നത് ഓൺലി 750 റുപ്പീസ്. ഇന്നത്തെ കുർത്തി കളക്ഷൻസിൽ ലാസ്റ്റ് വൺ ആണ്. ഈ ഒരു ഹക്കോബ കട്ട് വർക്കോട് കൂടിയ കോട്ടൺ തന്നെയാണ് കേട്ടോ കുർത്തി വരുന്നത്. ഇതില് കോളേർഡും ഉണ്ട്, കോളേഴ്സ് ഇല്ലാത്തതും ഉണ്ട് കേട്ടോ. ഇത് തന്നെ ഫാബ്രിക് നമുക്ക് കോളർ ഇല്ലാതെയും വരുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതനുസരിച്ച്. ഇത് നമ്മൾ ജസ്റ്റ് നേരത്തെ കണ്ട വൈറ്റ് പോലെ തന്നെ റെഡും അവൈലബിൾ ആണ്. ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് കോളേർഡോട് കൂടിയിട്ടുള്ള കുർത്തിയാണ്. സൈഡ് സ്ലിറ്റ് വരുന്നുണ്ട്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സ്ലീവും ഇതുപോലെ. സ്ലീവിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കേട്ടോ. പ്രൈസ് വരുന്നത് 750 റുപ്പീസ് വിത്ത് ഫ്രീ ഷിപ്പിംഗ്. അപ്പൊ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അളവ് കറക്റ്റ് നിങ്ങൾ നോക്കുക. കാരണം റെഡി ടു വെയർ കുർത്തീസ് ആകുമ്പോൾ നമുക്ക് റിട്ടേൺ പോസിബിൾ അല്ല. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ സൈസിന്റെ തൊട്ട് മുകളിലുള്ള സൈസ് എടുത്താലും നല്ലതാണ്. കാരണം ഈ കോട്ടൺ ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഒന്ന് വാഷ് ചെയ്യുമ്പോൾ ചുരുങ്ങൊക്കെ ചെയ്താലും നമുക്ക് സേഫ് നമ്മുടെ സൈസിന്റെ തൊട്ട് മുകളിലുള്ള സൈസ് എടുക്കുന്നതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്തിരി ലൂസ് അല്ലേ ഉണ്ടാവുള്ളൂ. ഒന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. ഇനി എൻക്വയറീസിനാണെങ്കിൽ നിങ്ങൾ കസ്റ്റമർ കെയറിൽ വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയും പുതിയ കളക്ഷൻസുമായി കാണാം. ബൈ.